നമസ്കാരം. മറ്റൊരു തെരഞ്ഞെടുപ്പ് ലഹരിയിലേക്ക് കേരളം മുങ്ങാൻ പോവുകയാണ്. രണ്ടാം പിണറായി സർക്കാർ കാലത്തെ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ വേദിയാകുമ്പോൾ മാധ്യമങ്ങളും രാഷ്ട്രീയ കേരളവും സജ്ജമാവുകയാണ്. ഭരണ പ്രതിപക്ഷങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നേട്ടങ്ങളും കൂട്ടിക്കിഴിക്കുന്ന ദിവസങ്ങളാണ് ഇനി. അനായാസ വിജയം ലക്ഷ്യമിടുന്ന UDF-ന് നിലമ്പൂരിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല. തുടക്കം മുതൽ അവരെ അലട്ടിയിരുന്നത് ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നതായിരുന്നു. ആര് സ്ഥാനാർത്ഥിയായാലും മറുവിഭാഗം പാലം വലിക്കുമെന്നത് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പരമ്പരാഗത രീതിയാണ്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു VV പ്രകാശ് നിലമ്പൂരിൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ UDF-ന് കാലാവസ്ഥ എതിരായാലും അത്ഭുതപ്പെടാൻ ഇല്ല. ഇനി യഥാർത്ഥ കാലാവസ്ഥയാണ് രണ്ടാമത്തെ വെല്ലുവിളി. കേരളത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർന്നു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 19-ന് കാലാവസ്ഥ മോശമായി തുടർന്നാൽ അത് പോളിംഗിനെ സാരമായി തന്നെ ബാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാകും. തങ്ങളുടെ വോട്ടുകൾ ഏത് രീതിയിലും ഉറപ്പിക്കാൻ ഇടതുപക്ഷത്തിന് പറ്റാറുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞാലും അത് നേട്ടമാവുക ഇടതുപക്ഷത്തിനാണ്. കാലാവസ്ഥ കൂടി കണക്കിലെടുത്താകും ഇടത് വലത് BJP ക്യാമ്പുകൾ ഇത്തവണ തന്ത്രങ്ങൾ മെനയുക. BJPക്കും ഇത്തവണ മുമ്പത്തേക്കാൾ അനുകൂലമാണ് കാര്യങ്ങൾ. BJPയുടെ പെട്ടിയിൽ UDF-ന്റെ പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ വീഴും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ടുകളാണ് UDF ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ. നിലമ്പൂരിൽ കൂടുതലും ചർച്ചയാകാൻ പോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ച സാഹചര്യവുമാണ്. അൻവറിനെതിരായ CPM അനുഭാവികളുടെ വികാരം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേഗത പകരും എന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ CPM പ്രധാനമായും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നതും അൻവറിനെയാകും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഇടതുപക്ഷത്തിനെതിരെ വെടിപൊട്ടിച്ച അൻവർ കളത്തിലുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ പ്രധാന വാർത്താ വിഷയമായ NH-66 നിർമ്മാണത്തിലെ അപാകതകൾ എടുത്തുയർത്തിയാണ് അൻവറിന്റെ നിലനിൽപ്പ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പായതിനാൽ തന്നെ സിറ്റിംഗ് സീറ്റിൽ വിജയിക്കേണ്ടത് CPM-നെ സംബന്ധിച്ച അനിവാര്യമാണ്. PV അൻവർ കൂടെ ഉണ്ടായിട്ട് പോലും പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായി അറിയപ്പെടുന്ന നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 2026 തിരിച്ചു വരാമെന്ന സകല പ്രതീക്ഷയും UDF-ന് നഷ്ടമാകും. മുസ്ലിം ലീഗിനും ഇക്കാര്യത്തിൽ ആശങ്കകൾ ഉണ്ട്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ നിലമ്പൂരിൽ തോറ്റാൽ സണ്ണിയെ നിയോഗിച്ച AICC സെക്രട്ടറി KC വേണുഗോപാലിനും വൻ പ്രഹരമാകുമത്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് നിലമ്പൂരിൽ മാറ്റുരയ്ക്കപ്പെടാൻ പോകുന്നത്. വിജയിച്ചാൽ CPM-നെതിരായ തന്റെ വാദങ്ങൾ ശരിയായിരുന്നുവെന്ന് അൻവറിന് വാദിക്കാൻ പറ്റും. മറിച്ചായാൽ അൻവറിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും, ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാകും. UDF-ന്റെ വാതിലുകളും അടങ്ങേക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ BJP-യെ ഇത്തവണ പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയുകയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ 8595 വോട്ടുകളിൽ നിന്നും BJP-ക്ക് വോട്ടുകൾ വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ ഇതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതും നിർണായകമാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിലെ അന്തിമ വിധി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ കാര്യമായി സ്വാധീനിക്കുന്ന ഘടകം തന്നെയാകും.